ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഹൗസ് ഷിഫ്റ്റിങ്ങിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണുകയാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ സാധിക്കും. സോ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ലേറ്റ് ഈവനിങ് ഓർ ഏർലി മോർണിംഗ് ഷിഫ്റ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മളോട് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടാവണം. പാക്കിങ്, ലോഡിങ്, അൺലോഡിങ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത്. നമ്മുടെ കൊട്ടേഷൻ എടുക്കുന്ന സമയത്തും നമ്മൾ ചാർജസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ പാക്കിങ്, ലോഡിങ്, അൺലോഡിങ് എന്നീ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ചില സമയത്ത് ചില കസ്റ്റമേഴ്സിന് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ അൺലോഡിങ് വേണ്ടാന്ന് പറയും. അപ്പം നമ്മൾ അതിൻ്റെ ചാർജസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് കൊട്ടേഷൻ കൊടുക്കുന്നത്. നിങ്ങളുടെ AC, വാർഡ്രോബ്, കട്ടിൽ എന്നീ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്ത ശേഷം അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങൾ മാക്സിമം 3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തു തരും. ക്ലയൻറ്റിന് ട്രാൻസിറ്റ് ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി തന്നെ നമ്മൾ ഇൻഫോം ചെയ്യാവുന്നതാണ്. അതനുസരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ട്രാൻസിറ്റ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പോകുന്ന വഴിക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഹസാർഡ്സ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾക്ക് വരാവുന്ന കേടുപാടിനെ കവർ ചെയ്യാനായിട്ട് ഇൻഷുറൻസ് സഹായിക്കും. സാധാരണ നമ്മളങ്ങനെ പോർട്ടഡ് പ്ലാൻസ് ഒന്നും ഷിഫ്റ്റ് ചെയ്യാറില്ല. പിന്നെ കസ്റ്റമർ അങ്ങനെ പ്രത്യേകം എടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ സ്പേസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് കസ്റ്റമറുടെ ഓൺ റിസ്കിൽ നമ്മൾ പ്ലാൻസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണ നമ്മൾ കൊട്ടേഷൻ എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ്. അപ്പോൾ തന്നെ കസ്റ്റമർക്ക് എത്ര ബോക്സ് വേണം എന്നുള്ളത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ചില സമയത്ത് ചില കസ്റ്റമേഴ്സിന് ഡൗട്ട്സ് ഉണ്ടാവും, എത്ര ബോക്സ് വേണം എന്നുള്ളതൊന്നും അവർക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ സാധനങ്ങളുടെ ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നാൽ എത്ര ബോക്സസ് വേണം എന്നുള്ളത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഫ്രജൈൽ ആയിട്ടുള്ള ഐറ്റംസ്, സ്ക്രാച്ചസ് വീഴാൻ സാധ്യതയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളോട് നേരത്തെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതനുസരിച്ചുള്ള പാക്കിംഗ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ജനറൽ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നത്. ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഷിഫ്റ്റിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്.